ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരു വേയിൽ നമുക്ക് ലൈഫിൽ കൊണ്ടുപോയി കൂടെ എന്ന് വിചാരിച്ചു. ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ വിചാരിച്ചു. അധികം ആൾക്കാരും ഒരു അൺഹെൽത്തി ഫുഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ വേണ്ടി കണ്ടത്. അപ്പോൾ സാലഡ് ആണ് സെല് ചെയ്യണമെന്ന് പറഞ്ഞത്. വാട്ട് കംപ്രൈസസ് ഓഫ് യുവർ സാലഡ്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാലഡ് ഇറ്റ്സ് എക്സാക്ട്ലി ബാലൻസ് സലാഡ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെബ്സൈറ്റിൽ ഒരു AI ഡയറ്റീഷ്യൻ ടൂള് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ മൈൻഡിലുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. സോ ടുഡേ വി ഹാവ് ഗോട്ട് എ യങ് വൈബ്രന്റ് സ്റ്റുഡന്റ് ഓൺടർപ്രണർ ഹിയർ. 15ാം വയസ്സിൽ സാൽഡോ മൈ സാലഡ് എന്ന കമ്പനിയുടെ CEO അസ്മി. ഐ എം ക്യൂരിയസ് ടു നോ യുവർ സ്റ്റോറി, എസ്പെഷ്യലി യുവർ കമ്പനി സാൽഡോ മൈ സാലഡ്. Okay, hi. Yeah. So my name is Azmi and I'm currently 14 years old and ഞാൻ പഠിക്കുന്നത് BM Girls High Secondary School ആണ്. ആൻഡ് പറഞ്ഞതുപോലെ തന്നെ ഐ എം ദി ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സാൽഡോ മൈ സാലഡ്. സോ എന്താണ് സാൽഡോ മൈ സാലഡ്? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്. ഓക്കെ. സോ റിയലി ഇവിടുത്തെ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. സോ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മെയിൻലി കണ്ടത് അധികം ആൾക്കാരും ഒരു അൺഹെൽത്തി ഫുഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ വേണ്ടി കണ്ടത്. നമ്മളിപ്പം എവിടെ പോവുകയാണെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ പോവുകയാണെങ്കിലും അധികം ആൾക്കാരും ഒരു അൺബാലൻസ്ഡ് ഫോർമാറ്റിലാണ് അവർ ഫുഡ് വാങ്ങുന്നതും കഴിക്കുന്നതും. സോ ഞാൻ ചിന്തിച്ചു വൈ കുറച്ചും കൂടി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരു വേയിൽ നമുക്ക് ലൈഫിൽ കൊണ്ടുപോയി കൂടെ എന്ന് വിചാരിച്ചു. ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ വിചാരിച്ചു. സോ അങ്ങനെ 2024 ഞാൻ ഐഡിയ കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തത് 2025 2025 ഞാൻ ഈ ഐഡിയ ഫസ്റ്റ് March 1 മവാസോയിൽ പ്രസന്റ് ചെയ്തു. എന്താണ് പിച്ചിങ് കോമ്പറ്റീഷന് ഞാൻ എൻ്റെ ഐഡിയ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഐ ബിക്കേം ദി ടോപ്പ് 5 contestant. ആൻഡ് നമ്മൾ പിന്നെ അവിടെ നല്ല റിവ്യൂ കിട്ടി, കുറെ സപ്പോർട്ടും കിട്ടി. ഇത് കൊണ്ടുപോകണം, എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ്. ഫണ്ടിങ്ങിന്റെ സോഴ്സ് അല്ല, കുറച്ചും കൂടി സപ്പോർട്ട് ഒക്കെ കിട്ടിയത് അവിടെ തന്നെയായിരുന്നു. ആ ഗൈഡൻസ് ഒക്കെ നല്ല കിട്ടിയായിരുന്നു. പിന്നെ അവിടെ കുറെ ആൾക്കാർ വന്നിരുന്നു, ഇങ്ങനെ എന്നെ പോലെ തന്നെ ഓൺടർപ്രണേഴ്സ് വന്നിരുന്നു. സോ അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവരൊക്കെ എന്തൊക്കെ ചെയ്യണം, ലൈക്ക് ഇനി എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നൊക്കെ അവർ നല്ല ഫീഡ്ബാക്സ് പറഞ്ഞു തന്നിരുന്നു. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് ബൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് റോട്ടറി സിറ്റിന്റെ ഈദ് പ്രോഗ്രാം നമ്മൾ ഫസ്റ്റ് ബൾക്ക് ഓർഡർ കൊടുത്തു. ആൻഡ് റിയലി ഇറ്റ് വാസ് എ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഫോർ മീ. ലൈക്ക് നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കൊടുക്കുമ്പോൾ വന്നതാണോ ആ ഒരു ഓർഡർ എന്നുള്ളത്? ഈ ഇവന്റ് അല്ല, റിയലി നമ്മള് എന്റെ കണക്ഷൻ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അവര് ഞാൻ എൻ്റെ ഐഡിയ അവരോട് പറഞ്ഞിരുന്നു ഇതിനെ പറ്റിയൊക്കെ. ഞാൻ ജസ്റ്റ് അവർക്കൊരു ബ്രീഫ് പറഞ്ഞു കൊടുത്തിരുന്നു ഒരു മീറ്റിംഗിൽ. അവരെന്നെ ഡെയിലി ഫ്രൈഡേ മീറ്റിംഗ്സ് വെക്കാറുണ്ട്. സോ അങ്ങനെ ഒരു ഫ്രൈഡേ മീറ്റിംഗിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു ഐഡിയ ഉണ്ട്. സോ അവർക്ക് അത് ഇഷ്ടമായി. ആൻഡ് അവർ പറഞ്ഞു ഓക്കെ നാളെ ഈദിന് നമ്മൾ ഓർഡർ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. സോ യെസ് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരെ ഈദിന്റെ ഓർഡർ എടുത്തു. നമ്മൾ കൊടുത്ത പാക്കിൽ ഒരു ഡേറ്റ്സ്, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന ഒരു മിനി പാക്ക് ആയിരുന്നു. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മിനി പാക്ക് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ആൻഡ് പറയാനുള്ള നല്ല ഫീഡ്ബാക്ക് കിട്ടി, നല്ല സക്സസ് ആയിരുന്നു. അത് ഫസ്റ്റ് കറക്റ്റ് ടൈമിൽ ഇങ്ങനെ എല്ലാം കൊടുത്തപ്പോൾ തന്നെ നല്ല ഫീഡ്ബാക്ക് കിട്ടി. ഇനി ഇത് കൊണ്ടുപോകണം എന്നൊക്കെ, ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സോ കുറച്ചും കൂടി ഒരു കറേജ് കിട്ടി, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കറേജ് കിട്ടി. സോ അങ്ങനെ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ബൾക്ക് ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി ഫ്യൂച്ചറിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ മോഡലൊക്കെ കൊണ്ടുവരാണ് പ്ലാൻ. സോ ഫസ്റ്റ് കസ്റ്റമറിനെ കുറിച്ച് പറഞ്ഞേ. സാധാരണ ഒരാൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു വെഞ്ചർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുക പരിചയമുള്ളവരാണ് അല്ലേ? അങ്ങനെയാണ് വരിക. അപ്പൊ ഈ വന്ന ഫസ്റ്റ് കസ്റ്റമർ പരിചയമുള്ളതാണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു? അല്ല, പരിചയമുള്ള ആളാണ്. റിയലി നമ്മള് എന്റെ ഉപ്പന്റെ ഒരു റോട്ടറി മെമ്പർ ആണ്. ഓക്കെ. സോ ഇങ്ങനെ റോട്ടറി മെമ്പർ ആയപ്പം ഞാൻ അവിടെ എല്ലാ ഫ്രൈഡേയും മീറ്റിംഗ്സ് നടക്കാറ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. സോ ആ മീറ്റിംഗ്സിൽ ഞാൻ എന്ത് ചെയ്തു, അവരെ പെർമിഷനോട് കൂടെ തന്നെ ഞാൻ എൻ്റെ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അങ്ങനെ അവർക്ക് പറഞ്ഞ താല്പര്യമായി. സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അത് കൊടുക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരെൻ്റെ ഐഡിയ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവർക്കും ഇതൊന്ന് എന്താണെന്ന് സംഭവം എന്ന് അറിയാൻ വേണ്ടി തന്നെ അവരായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ദിവസം കറക്റ്റെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ കൊടുത്തിരുന്നത്. സെക്കൻഡ് ഓർഡറിലേക്കോ അവർ ത്രൂ സെക്കൻഡ് ഓർഡർ എത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ്? ഇല്ല, നമ്മള് സെക്കൻഡ് ഓർഡർ നമ്മള് ബൾക്ക് തന്നെയാണ് കൊടുത്തത്.
പിന്നെ നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് തന്നെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. കുറെ ഓർഡേഴ്സ് പിന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ ഞാൻ വിചാരിച്ചു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. സബ്സ്ക്രിപ്ഷൻ മോഡൽ പറയുമ്പം ഒരാൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 3 months വരെ അയാൾക്ക് സാലഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിനൊരു പ്ലാനിങ്ങിലും അതിന്റെ ഡെവലപ്മെന്റിലാണ് നമ്മളിപ്പം ഈ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആൻഡ് നമ്മളൊന്നും കൂടി ഒരു മാർക്കറ്റിംഗ് സ്റ്റേജ് ലൈക്ക് ഈ ബ്രാൻഡ് എന്താണെന്ന് എല്ലാവരിലേക്ക് എത്തിക്കുക, ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് നമ്മളിപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സാലഡ് ആണ് സെല് ചെയ്യണമെന്ന് പറഞ്ഞത്. വാട്ട് കംപ്രൈസസ് ഓഫ് യുവർ സാലഡ്? ലൈക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ നേരത്തെ ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, എന്തൊക്കെയാണ് ആ പാക്കേജിന്റെ ഉള്ളിൽ വരുന്നത്? വാട്ട്സ് ദ പ്രൈസ് ഫിക്സ്ഡ് പ്രൈസ്? ഓക്കെ, സോ നമ്മള് ഇപ്പം ഓരോ സലാഡ്സിനും ഡിഫറെന്റ് പ്രൈസ് റേഞ്ചിങ് ആണ് വരുന്നത്. അത് വെജ് കാറ്റഗറി ഉണ്ട്, നോൺ വെജ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ വൈഡ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ട്. വൈഡ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വി ആർ നോട്ട് ഓൺലി ഫോക്കസിങ് ഓൺ സലാഡ്സ്. നമ്മൾ ഒരു ടേസ്റ്റി ഒരു സലാഡ്സ് ഒരു കസ്റ്റമറിന് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് കുറെ വെറൈറ്റീസ് ഉണ്ട്, വെജും നോൺ വെജിലും നമ്മൾ കുറെ വെറൈറ്റീസ് ഉണ്ട്. സ്പെഷ്യൽ സാധനങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാലഡ് ഇറ്റ്സ് എക്സാക്ട്ലി ബാലൻസ് സലാഡ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ പുറത്ത് വാങ്ങുന്ന കിട്ടുന്ന സലാഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെബ്സൈറ്റിൽ ഒരു AI ഡയറ്റീഷ്യൻ ടൂള് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് ആണ്, വെബ്സൈറ്റ് ത്രൂ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്കാണ് സെൽ ചെയ്യുന്നത്, ഇന്റർമീഡിയറി ഒന്നുമില്ല. വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവരോട് ഫസ്റ്റ്ലി പറയാ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനാണ്. കാരണം നമ്മൾ വെബ്സൈറ്റിലാണ് അധികം ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം വെബ്സൈറ്റിന്റെ പണി ഫുൾ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ അല്ല, വെബ്സൈറ്റിന്റെ പണി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാണ്ട് നമ്മൾ അതിൽ ഒരു AI ഡയറ്റീഷ്യന്റെ ഡെവലപ്മെന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ AI ഡയറ്റീഷ്യനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്. AI ഡയറ്റീഷ്യൻ നമ്മൾ ആഡ് ചെയ്യുന്നതിന് കാരണം, സോ എനിക്കിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക, ഒരു വെയിറ്റ് ഗെയിൻ സലാഡ് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, സോ AI എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എല്ലാരും ഇപ്പൊ ഒരു ബസ് വേർഡ് ആണല്ലോ AI, അതിനു വേണ്ടി ആഡ് ചെയ്താണ്. നമ്മൾ എപ്പോഴും ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുക അല്ലെ, ട്രെൻഡ് കീപ്പ് ചെയ്യുക. സോ നമ്മൾ ഇപ്പൊ ഒരു മൂവിങ് വേൾഡില് നമ്മളെ കമ്പനി അതേപോലെ തന്നെ കൊണ്ടുപോവുക. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാൾ വെയിറ്റ് ഗെയിൻ ചെയ്ത് സലാഡ് കഴിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അയാള് ഈ ഡയറ്റീഷ്യനോട് എനിക്ക് ഇങ്ങനത്തെ സലാഡാണ് വേണ്ടത്, എൻ്റെ ഏജ്, നെയിം, എനിക്ക് വേണ്ട സലാഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ AI സജസ്റ്റ് ചെയ്യും, സലാഡ് കഴിക്കണം, സലാഡ് വേണം എന്നൊക്കെ അത് സജസ്റ്റ് ചെയ്യും. സോ അതാണ് നമ്മളിപ്പം അതിന് ഡെവലപ്മെന്റ് സ്റ്റേജ്. ഓക്കെ, നൈസ്. സോ ഇപ്പം ഈ ഒരു സംഭവം D2C ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ സെല് ചെയ്യണമെന്ന് പറയും. ഫുഡ് ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഓഫ്ലൈൻ നോക്കില്ല? ഓഫ്ലൈൻ സ്റ്റോർ അല്ലെങ്കിൽ ഓഫ്ലൈൻ നമ്മൾ ഓഫ്ലൈൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ഓൺലൈൻ ഫസ്റ്റ് എന്തുകൊണ്ട് ആ അപ്രോച്ച് എന്തുകൊണ്ട് എടുത്ത്? കാരണം നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടണമെങ്കിൽ കൂടുതൽ ഇപ്പം ആൾക്കാർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, സ്വിഗ്ഗി, സൊമാറ്റോ, അതിലൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടി ഇന്ററാക്ട് ഇങ്ങനെ. കാരണം അവർക്ക് എങ്ങനെ പെട്ടെന്ന് കിട്ടാൻ പറ്റും, ഭയങ്കര റഷാണ് അവർ ടൈം. സോ ഇങ്ങനെ പെട്ടെന്ന് കിട്ടാൻ പറ്റും. ഇപ്പൊ അധികം ആൾക്കാർക്കും നമ്മളിപ്പോ ഔട്ട്ലെറ്റ് തുടങ്ങി തന്നെ വിചാരിക്കാം, എല്ലാവർക്കും ഇപ്പൊ അത് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓൺലൈനിൽ തുടങ്ങിയിട്ട് ഒരു ഓഫ്ലൈനിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കണ്ടെടുത്തോളം ഫുഡ് എന്ന ഒരു സംഭവം വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി സ്പെസിഫിക്കലി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഓഫ്ലൈൻ ഫസ്റ്റ് ആണ് എല്ലാവരും എടുക്കുക. അവിടെ അസ്മി എടുത്തത് ഓൺലൈൻ ഫസ്റ്റ് അപ്രോച്ച് ആണ്. അത് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി വെബ്സൈറ്റ് ത്രൂ വെച്ചാൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഓക്കെ. നമുക്ക് ഇങ്ങനെ അല്ലാതെ കോൾസും വരാറുണ്ട്, ഇങ്ങനെ സലാഡ് കിട്ടാൻ പറ്റൂ. സോ അപ്പൊ നമ്മൾ ആ ഓർഡേഴ്സ് എടുക്കാറുണ്ട്. അല്ലാതെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്താൽ കിട്ടുന്നു കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്. സോ അവർ അങ്ങനെയും ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. സോ എന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ തന്നെ കോണ്ടാക്ട് ചെയ്യാതെ തന്നെ എന്ത് ചെയ്ത് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഈ ഫീഡ്ബാക്ക്, കസ്റ്റമർ ഫീഡ്ബാക്ക് പറയല്ലോ, ഫീഡ്ബാക്ക് എടുക്കുമല്ലോ, അപ്പം അതില് ഹൗ ഡിഡ് യു ലൈക്ക്, എല്ലാവരും പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, എന്തായാലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ വരും. ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ദാറ്റ്? ലൈക്ക് ആ ഒരു സംഭവം എങ്ങനെ അതിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിലേക്കോ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ നോക്കി എന്നുള്ളത്? സോ റിയലി നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്
അത് എത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആവും അല്ലെങ്കിൽ എത്രമാത്രം കമ്പനിക്ക് യൂസ്ഫുൾ ആവും എന്നാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക. ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഈ അടുത്തൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു, ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മറ്റൊരു എക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നേഴ്സ് ആക്കിയാൽ ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. സോ നമ്മൾ ചിന്തിച്ചു വൈ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം ഒരു എക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നേഴ്സിന്റെ ഒരു വർക്കിലാണ്. ഫീഡ്ബാക്സ് ഒക്കെ ഇൻസ്റ്റന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ടൈം എടുത്ത് നോക്കി മാർക്കറ്റിനെ സ്റ്റഡി ചെയ്ത്? ടൈം ഒക്കെ എടുത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കാറ്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ പറഞ്ഞ ഈ എക്കോ ഫ്രണ്ട്ലിന്റെ കേസ് തന്നെ നമ്മൾ കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഒരു ഇപ്പം എക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നറിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓൺഗോയിങ്ങിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് റിപ്ലേസ് ചെയ്തിട്ട് എക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നേഴ്സ് വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് കംപ്രൈസസ് ഓഫ് യുവർ സാലഡ്, ലൈക്ക് എന്തൊക്കെയാണ് അതിലുള്ളത്, വാട്ട് മേക്സ് യു ഡിഫറെന്റ് എന്നുള്ളൊരു സംഭവം പറഞ്ഞില്ല. നമ്മൾ ഈ പ്രോപ്പർലി നമ്മൾ സലാഡ് മേക്ക് ചെയ്യുമ്പം അത് പ്രോപ്പർലി ബാലൻസ്ഡ് ആണോ നമ്മൾ നോക്കും. പിന്നെ നമുക്കിപ്പോൾ കസ്റ്റമൈസ് സലാഡ്സ് ഉണ്ട്. ഇപ്പം ആ കസ്റ്റമറിന് എന്തൊക്കെയാ വേണ്ടേ, ഏതൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ആ കസ്റ്റമറിന് ഈ ഒരു വെജിറ്റബിൾ അലർജിക് ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യില്ല. അത് നമ്മൾ ഫസ്റ്റിലേ ചോദിക്കും എന്തെങ്കിലും. I have got one more question to add to it. Like ഇതൊക്കെ അസ്മി എന്നെ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യണതും പറയണേ? No, I have support of my parents and support of my many of people and family. തന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് എനിക്കുണ്ട്. സോ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം ഫുൾ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ കുറെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്ര വരെ എത്തിയത്. Okay. So back to the question again. Yeah. What makes you different and what comprises of your salad? Okay. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് പ്രോപ്പർലി നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രോപ്പർലി ബാലൻസ്ഡ് ആണോ. ആൻഡ് കസ്റ്റമറിനോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പ് ഓഫ് സലാഡ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ ഈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ വന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ എ അഡിഷൻ ടൂള്, അതും നമ്മള് ഈ മറ്റ് സലാഡ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് കമ്പനീസിൽ നിന്നും നമ്മൾ ഡിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഒരു പേഴ്സണിന് വേണ്ടത് എന്താണോ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട അയാൾക്ക് വേണ്ടൊരു സാധനം, അയാൾക്ക് വേണ്ട സാധനം വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കാനാണ് നമ്മൾ മെയിൻലി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഒരു കാറ്റഗറി സാലഡ് എന്നുള്ള കാറ്റഗറി ഫുഡിൽ അതൊന്നും കൂടി നേരെ ചെയ്ത് നീഷാക്കിയിട്ട് സാലഡ് എന്ന കാറ്റഗറി ചൂസ് ചെയ്ത്, എന്തുകൊണ്ട് അത് ചൂസ് ചെയ്ത്? ലൈക്ക് ആ ഒരു കാറ്റഗറിന്റെ ഗ്രോത്ത് എത്രത്തോളം അസ്മി റിസർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റോ അങ്ങനെ എന്നുള്ള സംഭവം റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവല്ലോ, അതെന്താണ് എന്നുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താ കണ്ടിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് അധികം കാര്യത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് അധികം ഫുഡുള്ളത് അൺഹെൽത്തി ഫോമാറ്റിലാണ്. ഇപ്പൊ നമ്മളിപ്പോൾ എവിടെ പോവാണെങ്കിൽ പോലും നമുക്കത് അറിയില്ല ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന അധിക ഫുഡും നമുക്ക് വേണ്ട ആവശ്യമുള്ളതല്ല ആണ്. സോ നമുക്ക് നമ്മുടെ ബോഡിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന ഫുഡ് കഴിച്ചാൽ മാത്രമേ അത് ചിന്തിക്കുന്നുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. കുട്ടികളൊക്കെ അത് ചിന്തിക്കുന്നുണ്ടോ? യെസ്, റിയലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹെൽത്തിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ലൈക്ക് ഹെൽത്ത് ഇസ് എ റിയൽ വെൽത്ത് എന്നാണല്ലോ സാധാരണ നോർമലി പറയാ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചിന്തിക്കണം എന്തുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുന്നു ഈ ഫുഡ് കഴിച്ചിട്ട്, എനിക്ക് എന്ത് കിട്ടുന്നു, എനിക്ക് ഹെൽത്തിന് എന്ത് കിട്ടുന്നു, നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യണം. സോ അത് തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈക്ക് വരുള്ളൂ, ഇത് ഇത്രേ കിട്ടുന്നുള്ളൂ, സോ ഞാനൊരു പ്രോപ്പർലി ബാലൻസ് ആയി ഫുഡ് കഴിച്ചാൽ മാത്രമേ എനിക്കൊരു ബെറ്റർ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ നോർമലി എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, രാവിലെ നടക്കാൻ പോകുന്ന കാര്യമില്ല. മെയിൻലി ഫുഡ് നമ്മൾ പ്രോപ്പർലി ബാലൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സത്യം ഫുഡ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഫുഡ് ആരും നോക്കില്ല. യോഗ ചെയ്യും, എക്സസൈസ് ചെയ്യും, പക്ഷെ ഫുഡ് കോംപ്രമൈസ് ചെയ്യും അവിടെ ഇല്ല. നമ്മള് ഫുഡും കൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തിൽ കിട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പം നോർമലി ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി ചെയ്തിട്ട് ഇങ്ങനെ യോഗ ജിമ്മിലൊക്കെ ഒന്നും കാര്യമില്ല. നമ്മൾ ആ ഒരു ഫുഡ് കൾച്ചർ നമ്മൾ എല്ലാം ബാലൻസ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മെയിൻ നോക്കുന്നത് തന്നെ ബാലൻസ്ഡ് ഫുഡ് ലൈഫ് സ്റ്റൈൽ. ഈ കൾച്ചറൊക്കെ മാറ്റിയിട്ട് ഒരു ബാലൻസ് ഫുഡ് കൾച്ചർ കൊണ്ടുവരാൻ തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു ട്രെൻഡാക്കാൻ, ഒരു ബാലൻസ് ഫുഡ് കൾച്ചർ ഒരു ട്രെൻഡാക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗുഡ്. സോ ഈ ജെൻസിന്റെ ഒരു വർത്തമാനം പറഞ്ഞു നമ്മള് ഞാൻ ചോദിക്കട്ടെ, അസ്മിന്റെ കമ്പനിയുടെ സാലഡുമായി സാലഡിന്റെ ടാർഗറ്റ് ഓഡിയൻസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ലൈക്ക്
നിങ്ങളിപ്പോ ഫസ്റ്റ് കസ്റ്റമർ പറഞ്ഞ് ഒരു ഫാമിലി, ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ഫാമിലിയാണ്. അപ്പം ഈ ജെൻസിനാണോ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഡിയൻസിനാണോ, കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിനാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു ടാർഗറ്റ്? റിയലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് പറയുമ്പോൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാരാണ്. റിയലി ഇപ്പം അധികം ആൾക്കാർക്കും, ഇപ്പം കുറെ ആൾക്കാര് അവർക്കൊക്കെ ഒരു ഹെൽത്ത് കോൺഷ്യസ് എന്നുള്ള ആ ടേം കൊടുക്കുക ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ടാർഗറ്റ് കസ്റ്റമേഴ്സ് കറക്റ്റ്ലി എക്സാക്ട്ലി നമ്മൾ പറയണെങ്കിൽ ഏത് ഏജ് കാറ്റഗറി ആയിരിക്കാനല്ലോ. ഇപ്പം ഈ നല്ലൊരു ഹെൽത്ത് വേണമെങ്കിൽ ഏത് ഏജ് ആണെന്നില്ലല്ലോ. ഇല്ല, ഇപ്പൊ നമ്മള് നേരത്തെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മളൊരു നല്ലൊരു ഹെൽത്ത് കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ ഓൾഡ് ഏജിലൊക്കെ എത്തുമ്പോഴത്തേക്കും വി വിൽ ബി ഫിറ്റ്. നമുക്ക് അങ്ങനെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാണ്ടാവില്ല. സോ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ നല്ല ഹെൽത്ത് ഉണ്ടായാലും ഏജിങ്ങും സ്ലോ ആവും. നമ്മളെ നല്ല ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഏറ്റവും വലിയൊരു സീക്രട്ട് ആണ്. ലൈക്ക് ഒരു പേഴ്സൺ ഏറ്റവും വലിയ വെൽത്ത് ആണെന്ന് പറയാം. സോ അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ലൈഫ് മുന്നോട്ട് പോകണം എന്നില്ല. ഇപ്പൊ കുറേ നമ്മള് കുറെ സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു ഹെൽത്ത് ഉണ്ടായാൽ മാത്രമേ, ഒരു ബെറ്റർ ഹെൽത്ത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ ലൈഫ്. പിന്നെ ആ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. യാ റിയലി. So your company's name, like it seems interesting. Yes. Like catchy ആണ്, പിന്നെ ലെങ്തി ആണോ ചോദിച്ചാല് കുറച്ച് ലെങ്തി ആണ്. സാൽഡോ മൈ സാലഡ്. Seriously, like സാൽഡോ. എന്താണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? വാട്ട്സ് ദ ഐഡിയ ബിഹൈൻഡ് ഇറ്റ്, ലൈക്ക് ദ നെയിം? ഓക്കെ, സാൽഡോ എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മൈ സലാഡ് അതിനോടൊപ്പം ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്തൊരു സംഭവമാണ്. സാൽഡോ എന്ന വേർഡ് കിട്ടിയത്, സോറി ടു ഇന്റർഫിയർ അഗൈൻ, ലൈക്ക് മൈ സാലഡ് ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് സാൽഡോ മാത്രം വെച്ചില്ല, അതും പറയണം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈ സാൽഡോ എന്ന വേർഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെൽത്തി ബാലൻസ് ഫുഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തപ്പം ഞാൻ ഫസ്റ്റ് കണ്ടത് സലാഡ്സിനെയാണ്. ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഒരു ഹെൽത്തി ബാലൻസ് ഫുഡ് ലൈഫ് സ്റ്റൈൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവമാണ് സലാഡ്സ് എന്ന് പറയുന്നത്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയ ഒരു മീനിങ് ഫുൾ വേർഡ് ഉണ്ടെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സെർച്ച് ചെയ്തു. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തു. സോ അങ്ങനെ സാൽഡോ പറഞ്ഞ വേർഡ് കിട്ടി. സാൽഡോ മീൻസ് എ ഫിനാൻഷ്യൽ വേർഡ്. ഒരു ബാലൻസ് എന്ന മീനിങ് വരുന്ന ഒരു ഫിനാൻഷ്യൽ വേർഡ് ആണ്. ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. ഇങ്ങനെ ഒരു മണി കിട്ടുന്നതും ആൻഡ് നമുക്ക് ടോട്ടൽ മണി ഉള്ളതും, അതാണ് ഫിനാൻഷ്യലി നമ്മൾ സാൽഡോ എന്ന് പറയുമ്പോൾ ബാലൻസ് ആയിട്ട് വരാം. ബട്ട് അത് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇറ്റ് മീൻസ് എ ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ്. ഫിനാൻസ് പ്ലസ് ഹെൽത്ത്. ഇത് നോർമലി ഈ ടേം ഫിനാൻസിലാണ് യൂസ് ചെയ്യുക. ബട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നു. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഫിനാൻസ് പ്ലസ് ഹെൽത്ത് എന്ന് പറഞ്ഞു, അപ്പം ഇസ് യുവർ പ്രോഡക്റ്റ് അഫോർഡബിൾ? യെസ്, റിയലി ഇറ്റ്സ് അഫോർഡബിൾ. നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കാനാണ് വി ആർ മെയിൻലി ഫോക്കസിങ്. അതും കൂടി നമ്മളൊരു ഇതിന്റെ സ്പെഷ്യാലിറ്റി ആണ്. നമുക്കിപ്പോ 30 rupees സ്റ്റാർട്ട് ചെയ്യുന്ന സാലഡ്സ് ഉണ്ട്. മിനി പാക്ക് സാലഡ്സ് ഉണ്ട്. നമ്മളിപ്പം ഈ അതില് മെയിൻലി കട്ട് ഫ്രൂട്ട്സ് ആണ് വരുന്നത്. മിനി പാക്ക് ആണ്. ഇനി നമ്മള് ഒരു കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവലിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 100 റേഞ്ച് 200 റേഞ്ചിലൊക്കെ സലാഡ്സ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാം നമ്മള് ഇങ്ങനെ എക്സാമ്പിൾ ട്രയൽ പാക്ക് ഒക്കെ ഇപ്പൊ ഈ അടുത്ത് പബ്ലിക്കിൽ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് കസ്റ്റമറിനെ അക്വയർ സ്ട്രാറ്റജി ആയിട്ടാണ്. അസ്മി പറഞ്ഞു എന്താണ് ചെറിയ 30 rupees പാക്ക് എന്നുള്ള രീതിയിലാണ് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പം അതിൽ നിങ്ങളിപ്പോൾ കൊടുക്കുമ്പോൾ കട്ട് ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിൽ അത് ഇത്ര കാലോറി ഉണ്ടാവും, എത്ര പ്രോട്ടീൻ ഉണ്ടാവും, ഇത്ര പൊട്ടാഷ്യം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു മെഷർ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ കസ്റ്റമറിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? അങ്ങനെ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേക്ക് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതും നിങ്ങളുടെ ഒരു പൈപ്പ് ലൈനിൽ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം? കാരണം ഞാൻ കുറെ സ്റ്റാർട്ടപ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഇപ്പം ഈ വാച്ചസ് ഹെൽത്ത് എന്തിനു പറയാ, ഫിറ്റ്നസ് വാച്ച്, അത് അവരൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഫോക്കസ് ചെയ്യണ്ടല്ലോ. ഇങ്ങനത്തെ കുറെ ഹെൽത്ത് മെഷേഴ്സും ഒക്കെ നോക്കി ഇത്ര കാലോറി ബേൺ ആയി, ഇത്ര ഇതായി, അപ്പോൾ ഈ ഫുഡ് കഴിച്ചാൽ ഇത്ര കിട്ടും, അങ്ങനെയുള്ള ഒരു സംഭവം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പൈപ്പ് ലൈനിൽ ഉണ്ടോ ആ ഒരു ഐഡിയ? ഓഫ്കോഴ്സ്, ഞാൻ പറഞ്ഞല്ലോ ഈ AI ഡയറ്റീഷ്യൻ ടൂളില് നമ്മള് നോർമലി ഒരു കസ്റ്റമറിന്റെ എല്ലാ ഡീറ്റെയിൽസ് മാത്രമല്ല എടുക്കുന്നത്. എന്തൊക്കെ ലൈക്ക് അവർക്ക് വേണ്ട സലാഡ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ലൈക്ക് ആ സലാഡ്സിൽ ബാലൻസ്ഡ് ആവണോ, അല്ലെങ്കിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണോ ഒക്കെ നമ്മൾ AI ഡയറ്റീഷ്യൻ ടൂളിനോട് ചോദിച്ചാൽ അത് കറക്റ്റ് മെഷർ ആയിട്ട് നമ്മളോട് പറഞ്ഞുതരും. സോ എനിക്ക് ഇങ്ങനത്തെ സലാഡാണ് വേണ്ടത്,
ഇത്ര ഇത് മതി, ക്വാണ്ടിറ്റിന്നൊക്കെ മതി എന്നൊക്കെ പറഞ്ഞാൽ AI കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു മെസ്സേജ് ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇത്രയാണ് കസ്റ്റമറിന് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ അത് നമുക്ക് മെയിൻ നമ്മളോട് പറഞ്ഞു തരും. സോ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് മേക്ക് ചെയ്യുക. ഓക്കെ. ഈ AI ടൂള് അസ്മി എന്നാണോ ഡെവലപ്പ് ചെയ്യണേ, ലൈക്ക് അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്തതാണോ, എന്താണ്? ഈ AI ടൂള് സീരിയസ്ലി നമ്മൾ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വിചാരിച്ച സംഭവമാണ്. അത് പുറത്ത് ഡെവലപ്മെന്റ് ചെയ്യാൻ വേറെ ടീമിന് കൊടുത്തതാണോ, അല്ലെങ്കിൽ അസ്മി ഔട്ട്സോഴ്സ് ചെയ്യാൻ കൊടുത്തതാണ്? സോ അത് കുറച്ചും കൂടി ഒരു വലിയൊരു ഡെവലപ്പ് ചെയ്ത സംഭവമായിട്ടാണ്. നമ്മള് വെബ്സൈറ്റിൽ മെയിൻ സ്പെഷ്യാലിറ്റി പറയുന്ന AI ടൂളാണ്. സോ അതൊരു കിടു സാധനമായിരിക്കണം എന്നൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. You could use it as a customer acquisition material as well, right? Got it. So കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു. അസ്മി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അസ്മി ഒരു സൈഡിൽ CEO ആണെങ്കിൽ ഒരു സൈഡിൽ സ്റ്റുഡന്റും കൂടിയാണ് അല്ലേ? സോ ഹൗ ആർ യു ബാലൻസിങ് ബോത്ത്? ലൈക്ക് ഹൗ യു മാനേജിങ് ഓൾ ദീസ് സ്റ്റഫ്? ലൈക്ക് ഇറ്റ്സ് എ റോൾ ചേഞ്ച് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ലൈക്ക് മോർണിംഗില് സ്കൂളിൽ പോകുന്നു ആൻഡ് ഈവനിങ്ങിൽ വരുന്നു ആൻഡ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ലൈക്ക് സ്കൂൾ വർക്ക്സ് ഒക്കെ ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോളോപ്രനർ അല്ലേ, ഒറ്റക്കല്ലേ ഈ ഒരു സംഭവം? എനിക്കല്ലാതെ തന്നെ സ്കൂളിൽ കുറെ പ്രോഗ്രാംസിനുണ്ട്. ഇങ്ങനെ കുറെ മാത്സിനാണെങ്കിലും കുറെ സംഭവത്തിന് ഞാൻ ഓൾറെഡി ഉണ്ട്. സോ അതും കൊണ്ടുപോകണം. എനിക്ക് കൂടെ തന്നെ ഇതും എക്സ്പാൻഡ് ചെയ്യണം, ഇതും ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യുന്ന അറിയാനുള്ള ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി ഫസ്റ്റ്ലി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു റോൾ ചേഞ്ച് ചെയ്യുന്ന പോലെ എനിക്ക് സ്കൂളിൽ ഞാൻ ഭയങ്കര ജോളി നടക്കുന്നു, ഫ്രണ്ട്സോട് സംസാരിക്കുന്നു, ഇങ്ങനെ ഫുള്ളി ഒരു സ്റ്റുഡൻറ് വൈബായിട്ട് തന്നെ പോകുന്നു, സ്കൂൾ ലൈഫ് സ്റ്റുഡൻറ്. ബട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ ചേഞ്ച് ആവും. ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നു. ഡേ ഇൻ മൈ ലൈഫ് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റാർട്ടിങ് മുതൽ മോർണിംഗ് മുതൽ നൈറ്റ് വരെ അതിന്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡേ ഇൻ മൈ ലൈഫിൽ പറയുമ്പോൾ ലൈക്ക് പുലർച്ചെ എനിക്ക് ട്യൂഷന് പോകാനുണ്ട്. ഞാൻ 10th ആയതുകൊണ്ട് 5:30 എണീക്കണം. അറൌണ്ട് 7 o'clock ട്യൂഷൻ ഉണ്ടാവുക. ബട്ട് അതിന് മുന്നേ പ്ലാൻ ചെയ്യോ ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ? അല്ലെങ്കിൽ ഞാൻ നൈറ്റിലാണ് ഫോക്കസ് ചെയ്യുക. കാരണം മോർണിംഗില് നമ്മൾ എണീച്ച് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലേ, അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പം ഇപ്പൊ മോർണിംഗിൽ എണീക്കും, എന്റെ മോർണിംഗിലുള്ള റുട്ടീനൊക്കെ സെറ്റ് ആക്കും. അങ്ങനെ കുറെ സംഭവം ഉണ്ട്. 10th ആയതുകൊണ്ട് തന്നെ സ്കൂൾ എല്ലാ സ്ഥലത്തും പ്രഷർ ഉണ്ടാവും. A+ വേണം, A+ വേണം, അങ്ങനെ പ്രഷർ. നമ്മൾ അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ രണ്ടും കൂടി ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകേണ്ടി വരും. സോ മോർണിംഗില് ഇങ്ങനെ നോർമലി മോർണിംഗ് റൂട്ടീൻ ഞാൻ ചെയ്യും. ലൈക്ക് ബ്രഷ് ചെയ്യും, ഫുഡ് കഴിക്കും, അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറെ സ്കൂൾസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ലൈക്ക് എന്തെങ്കിലും ലീഡറാണോ? ഞാൻ സ്കൂൾ ലീഡറാണ്. ആണോ? പറഞ്ഞപ്പോ തോന്നി. ഞാൻ സ്കൂൾ ലീഡറാണ്. അപ്പോ ദാറ്റ്സ് വെയർ യു ഗോട്ട് ദിസ് മാനേജിങ് സ്കിൽ, ഐ തിങ്ക്. ലൈക്ക് ആ സ്കൂളില് കുട്ടികളെ മാനേജ് ചെയ്തിട്ട് എന്താക്കിയിട്ടും ഒക്കെ. സ്കൂളിൽ കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അങ്ങനെ ഇപ്പം ഞാൻ ഒഫീഷ്യലി ആയിട്ടില്ല, പ്ലഡ്ജ് കഴിഞ്ഞിട്ടില്ല. സോ പ്ലഡ്ജ് കഴിഞ്ഞാൽ മാത്രമേ ഒഫീഷ്യലി ആവുള്ളൂ. ആൻഡ് രണ്ടും കൂടി ഭയങ്കര കഷ്ടപ്പാടാണ് സീരിയസ്ലി പറയുകയാണെങ്കിൽ. മോർണിംഗിൽ എണീക്കുന്നു, ട്യൂഷനിൽ ഒരു ലേറ്റ് കമർ കൂടിയാണ്. 7 o'clock എന്ന് പറയുമ്പോൾ 7:10, 7:05 എന്നൊക്കെ എത്തും. ബട്ട് മിസ്സുമാർ കാണാതെ ഓടിപ്പോവും, ട്യൂഷൻ ക്ലാസ് റൂമിൽ ഇരിക്കും. എന്നിട്ട് അവിടെ തന്നെ എല്ലാ വർക്കൊക്കെ കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 7 o'clock ട്യൂഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 7 o'clock കഴിഞ്ഞൊരു 9 o'clock ട്യൂഷൻ ക്ലാസ് കഴിയും. സോ 9 o'clock നമ്മൾ സ്കൂളിലേക്ക് നടക്കണം. അങ്ങനെ സ്കൂളിലെത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ചോദിച്ചോട്ടെ, ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഫോണുണ്ടോ? ക്ലാസ്സിലേക്ക് ഇല്ലല്ല, ഫോണൊന്നല്ല. അവിടെ എന്തെങ്കിലും എൻക്വയറി വരാണെങ്കിലോ അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്കൂളിലേക്കോ അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? കസ്റ്റമർ ഉണ്ടോ സ്കൂളില്? കസ്റ്റമർ അല്ല, ഭയങ്കര സപ്പോർട്ടാണ്. കുറെ ടീച്ചേഴ്സ് ചോദിച്ചിരുന്നു എന്താ സംഭവം, എന്താണ്, നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അവർക്ക് അറിയാൻ. സോ ഞാൻ എല്ലാവരോടും എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം ഈ അടുത്ത് ഇംഗ്ലീഷിൽ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, ഒരു ഇങ്ങനെ സ്റ്റാർട്ടപ്പിന് ഒരു ചാപ്റ്റർ ഉണ്ട് ഇംഗ്ലീഷില്, ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതില് എന്ത് ചെയ്തു, ടീച്ചർ വിളിച്ചു പറഞ്ഞു
സ്വന്തം എന്റർപ്രണർ അല്ലേ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞു. ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ കൂട്ടത്തില് അസ്മി മാത്രമാണോ ഓൺടർപ്രണർ ആയിട്ടുള്ളത്? ഞാൻ മാത്രമാണ് ഓൺടർപ്രണർ ഉള്ളത്. ഞാൻ പറഞ്ഞതിൽ വെച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. ഹോൾ സ്കൂൾ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. സോ അങ്ങനെ മിസ് വിളിച്ചു, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. സോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഓ മൈ ഗോഡ് ഇതെന്താ ഷീ ഹാസ് എ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതത്തോട്. സോ അപ്പം നമുക്കൊരു കിട്ടുന്ന സംഭവം ഉണ്ട്, ഇങ്ങനെ രോമാഞ്ചം എന്ന് പറയും, സന്തോഷമുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് എന്താ അപ്പം ഞാൻ വിചാരിക്കൂ ഞാൻ ഇത്രയും സംഭവം ഞാനിപ്പോഴായിരുന്നു ഇത്രയും സംഭവമാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. സോ എന്താ ആ ഒരു സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെ ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്യും, കുറച്ച് കിടന്നുറങ്ങും. അങ്ങനെ കുറച്ച് വന്നപാടെ കുറച്ച് ഉറങ്ങും. ബിക്കോസ് ഈ രാവിലെ ട്യൂഷന് പോകുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ സംഭവമാണ്. എനിക്ക് രാവിലെ എണീക്കാനും ഇഷ്ടമല്ല. ഞാൻ പറയും ഞാൻ ട്യൂഷൻ സ്കിപ്പ് ചെയ്യട്ടെ, എനിക്ക് ട്യൂഷൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയും. ഉമ്മ ട്യൂഷന് പോയാൽ പറ്റുമെന്ന് പറയും. അങ്ങനെ മോർണിംഗിൽ ഒരു 5:30 എണീക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്നതിനെ കുറച്ച് കിടന്നിട്ട് വീണ്ടും എണീക്കും. ഒരു 6 o'clock എണീക്കും. 6 o'clock എണീച്ചിട്ട് ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്യും. എന്നിട്ട് ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും എന്താ എൻ്റെ ഈ കമ്പനീൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ ഉപ്പയോടൊപ്പം ഡിസ്കസ് ചെയ്യും. ലൈക്ക് ഉപ്പയാണ് മെയിൻലി മോട്ടിവേഷൻ. ഉപ്പ കുറേ അഡ്വൈസ് തരും. സോ അതനുസരിച്ച് എന്താ ഞാൻ കറക്റ്റ് നോട്ട് ചെയ്ത് ഇനി എന്തൊക്കെ ഡെവലപ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഉപ്പയാണോ ഇതിലെ ഏഞ്ചൽ ഇൻവെസ്റ്റർ, ഇനീഷ്യൽ ഇൻവെസ്റ്റർ ഉപ്പയാണെന്ന് പറയാം. And also my mother, she's also software engineer എന്ന് പറയാം. Yes, so ഡെവലപ്മെന്റ് ഇനി പുറത്തു പോണ്ട. So she's an SEO specialist ആണ്. രണ്ടാളും കൂടിച്ച് നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര സുഖമാണ്. അങ്ങനെ സോ കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. പിന്നെ ചില ദിവസങ്ങളൊക്കെ ഇന്റർവ്യൂ ഉണ്ടാവാറുണ്ട്. സോ ആ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഈവനിങ് കഴിഞ്ഞപാടെ തന്നെ യൂണിഫോം തന്നെ പോയിട്ട് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഇന്റർവ്യൂക്ക് പോവുക. പലപ്പോഴും ലേറ്റ് ആവാറുണ്ട്. ബട്ട് ചീത്ത വെക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ലേറ്റ് ആയിട്ട് തന്നെ എത്തും. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചപ്പോൾ ഒരു ഡേയിൽ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ലൈക്ക് ഹാവ് യു എവർ ഫെൽറ്റ് സ്റ്റക്ക് അറ്റ് എനി പെർട്ടിക്കുലർ പോയിന്റ്? ലൈക്ക് ഞാൻ ഇനി എന്താ ചെയ്യാ, ദൈവമേ ഞാൻ പെട്ടോ, ഞാൻ എന്താ നെക്സ്റ്റ് മൂവ് എന്തെടുക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു അപ്പോഴത്തെ ഒരു സൊല്യൂഷൻ എന്തായിരുന്നു? അതെങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളൊരു നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് കുറെ എൻക്വയറീസ് ഒക്കെ വന്നിരുന്നു. സബ്സ്ക്രിപ്ഷൻ മോഡൽ നമ്മൾ ഫസ്റ്റ്ലി പറഞ്ഞിരുന്നു, സബ്സ്ക്രിപ്ഷൻ മോഡൽ നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്ന് പറഞ്ഞിരുന്നു. ബട്ട് അധികം ആൾക്കാരും സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചിട്ട് കുറെ ഓർഡർ തരാൻ തുടങ്ങി, ഇങ്ങനെ വേണം സെൽസ്. സോ നമ്മൾ പറഞ്ഞു നമ്മൾ വെബ്സൈറ്റിന്റെ ഡെവലപ്മെന്റിലാണ്, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് പോകുള്ളൂ. ഇപ്പൊ നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് ആണ് ഓൺഗോയിങ്ങിൽ പറയും. സോ ആ ഒരു മൊമെന്റ് നമ്മൾ സ്റ്റക്കായി അവിടെ. നമുക്ക് കസ്റ്റമേഴ്സിന് പ്രോപ്പർ ആയിട്ട് അവരെന്താണോ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. സോ ആ ഒരു മൊമെന്റിൽ ഞാൻ സ്റ്റക്കായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടാക്കിൾ ചെയ്ത് നമ്മൾ പറഞ്ഞു നമ്മളിപ്പം അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്, നിങ്ങൾക്ക് നമ്മൾ ഒരു കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമ്മളിത് ഒഫീഷ്യലി ആയിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മളിത് ലോഞ്ച് ചെയ്യും. സോ അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഓൺഗോയിങ്ങിൽ ബൾക്ക് ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റ് ലോഞ്ചിങ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഓൺഗോയിങ്ങിൽ ബൾക്ക് ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ വി വിൽ അറേഞ്ച് ഇറ്റ് എന്ന് പറഞ്ഞു. കസ്റ്റമേഴ്സ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വി വിൽ ബി ദ ഫസ്റ്റ് കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ, ആ ഫസ്റ്റ് കസ്റ്റമറിനടുത്ത് കിട്ടിയ ഒരു അല്ലെങ്കിൽ ആ ജനറേറ്റ് ചെയ്ത ഒരു ഇൻകം, ലൈക്ക് വാട്ട് ഡിഡ് യു ഡു വിത്ത് ഇറ്റ്? ലൈക്ക് അത് അടിച്ചു പൊളിച്ചോ അല്ലെങ്കിൽ യു റീഇൻവെസ്റ്റഡ് ഇറ്റ് ഇൻടു യുവർ ബിസിനസ്? ഹൗ വാസ് ഇറ്റ്, ലൈക്ക് ഹൗ വാസ് ദി എക്സ്പീരിയൻസ് ഏർണിംഗ് ഇറ്റ്, യുവർ ഫസ്റ്റ് ബക്ക്? സോ ഫസ്റ്റ് റിയലി എൻ്റെ കരിയർ തന്നെ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ബാങ്ക് അക്കൗണ്ടിൽ വന്ന ഫസ്റ്റ് പൈസ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഇൻസ്പയർ അവാർഡ് വരെ സംഭവം, അതിലൂടെ എനിക്ക് ഫസ്റ്റ് എമൗണ്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ ഫസ്റ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങാന്ന് പറയുമ്പോൾ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ അതിൽ ഫസ്റ്റ് എമൗണ്ട് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഞാൻ അവിടെ തന്നെ വെച്ചു, അത് കീപ്പ് ചെയ്തു. അത് ഞാൻ അടിച്ചു പൊളിച്ചില്ല, അത് അവിടെ തന്നെ കീപ്പ് ചെയ്തു. ആൻഡ് നമ്മള് ഫസ്റ്റ് ഓർഡറിന് കിട്ടിയ പൈസയും ഞാൻ അവിടെ തന്നെ കീപ്പ് ചെയ്തു. ബിക്കോസ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനും ഈ കമ്പനി ബിസിനസ്സിൽ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി
അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ആ എമൗണ്ട് അവിടെ തന്നെയാണ് ഫിക്സ് ചെയ്തത്. ബട്ട് സീരിയസ്ലി അത് കിട്ടിയപ്പം കിട്ടിയ സന്തോഷവും ആൻഡ് കിട്ടിയൊരു ഹാപ്പിനെസ് ഇറ്റ്സ് ഒരു വേറെ ടൈപ്പാണ്. ഒരു നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇൻകം എന്ന് പറയാം. ഒഫീഷ്യലി നമ്മൾ കമ്പനി തുടങ്ങിയിട്ട് കിട്ടിയൊരു ഫസ്റ്റ് ഇൻകം എന്ന് പറയാം. Nice. So, as an entrepreneur, who's your like idol? ആരെ കണ്ടിട്ടാണ് ഈ ഒരു ഇതിലേക്ക് ഇപ്പം ഒരു ഓൺടർപ്രണറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക് അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ്, അങ്ങനെ കുറച്ച് നെയിംസ് ഉണ്ടാവും. അപ്പം അതിൽ ആരാണ് അസ്മിൻ്റെ ഒരു ഐഡൽ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു എനിക്ക് സീരിയസ്ലി ഐഡൽസ് ആയിട്ട് ഫസ്റ്റ്ലി ഐ തിങ്ക് മൈ ഫാദർ. ഫാദർ ഈസ് ഓൾസോ എൻ്റർപ്രണർ. സോ എനിക്ക് ഇപ്പം ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതിൽ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫസ്റ്റ്ലി എനിക്ക് ഇങ്ങനെ CBI ചേരാനായിരുന്നു ഇഷ്ടം. CBI ആ ഒരു ബ്രാഞ്ചിനോട് എനിക്ക് ഫസ്റ്റ് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ ചിന്തിച്ചു എന്ത് ചെയ്തു, ഇതെനിക്ക് എൻ്റെ ഫീൽഡ് ഇതല്ല, എനിക്ക് വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഈ അടുത്ത് ഞാൻ ഫസ്റ്റ് ഒരു ആർട്ടിക്കിൾ വായിച്ചത് പേപ്പർ ആൻഡ് പാർസൽസ് പറഞ്ഞ ചെറിയ കുട്ടി തുടങ്ങിയ സംഭവം ഉണ്ടായിരുന്നു മുംബൈയിൽ, കേട്ടിട്ടുണ്ടാവും. അവനവിടെ ബുക്ക് മറന്നു വെച്ചിട്ട് സോ അത് എടുക്കാൻ പറ്റാതെ എന്ത് ചെയ്ത് അവൻ ചിന്തിച്ചു എനിക്ക് എന്നെ പോലെ ഫേസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, സോ അതേപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് അവൻ പേപ്പർ ആൻഡ് പാർസൽസ് തുടങ്ങിയത്. ഒരു സാധനം വേറെ സ്ഥലത്തേക്ക് സ്പോട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട്. സോ അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. എനിക്കും ഇതേപോലെ തുടങ്ങിക്കൂടെ എന്നൊക്കെ വിചാരിച്ചു. സോ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ബിസിനസ് ഫീൽഡ് ആണെങ്കിലും നമ്മൾ ചുറ്റുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. സോ അതിലൂടെയാണ് ഐ തിങ്ക് സാൽഡോ വന്നത്. ആരെങ്കിലും ഇങ്ങനെ ഇൻസ്പിറേഷൻ ഉണ്ടോ? ഇലോൺ മസ്കോ, സ്റ്റീവ് ജോബ്സോ? എനിക്ക് എലോൺ മസ്കോ, യെസ്, സീരിയസ്ലി ഹി ഈസ് ട്രൂ ഇൻസ്പിറേഷൻ പറയാം. ഫസ്റ്റ് ഒരു ജാനിറ്റർ ആയിട്ട് അതുപോലെ ബില്യണർ ആവണം യുനോ ബില്യണർ മീൻസ് എല്ലാ ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ ഒരു ഡ്രീമാണ്. ബില്യണർ എന്നല്ല, അവരെ കമ്പനി ഗ്രോ ചെയ്യുന്ന അവർ ഇമ്പാക്ട്, ആ കമ്പനീന്റെ ഗ്രോയിങ് സ്റ്റേജ് ഉണ്ടാവില്ലേ, അത് കാണുന്നതാണ് ആ ഒരു ഞാൻ കണ്ടല്ലോ വെച്ചിട്ട് ആ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ആ സിഇഒന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. സോ ഈ എലോൺ മസ്ക് ഒക്കെ പറയുകയാണെങ്കിൽ ഹി വാസ് ഫസ്റ്റ് ആൻഡ് ജാനിറ്റർ. ഒരു ചെറിയ ജോലിയിൽ നിന്ന് അയാൾ എവിടെ എത്തിയെന്ന് ഇപ്പോഴും ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. കുറെ തടസ്സങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹി റീച്ച് ദ സ്റ്റേജ്. കുറെ വട്ടം അയാള് തുടങ്ങുമ്പോൾ തന്നെ കുറെ റിജക്ഷൻസ് ഉണ്ടായിരുന്നു. തുടങ്ങിയിട്ട് കാര്യമില്ല, ദിസ് നോട്ട്, നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഒക്കെ പറഞ്ഞിട്ട് കുറെ റിജക്ഷൻ അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ സ്പേസ് എക്സ് എന്ന കമ്പനി തുടങ്ങുന്നതിന് മുന്നേയും അയാൾ കുറെ റോക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് എത്രയോ എക്സ്പീരിമെന്റ്സിലൂടെ എത്രയോ പാളിപ്പോയിട്ടുണ്ട്, എത്രയോ മണി ലോസ് ആയിട്ടുണ്ട്. ബട്ട് ഹി സ്റ്റിൽ കണ്ടിന്യൂഡ് ഹിസ് സ്റ്റേജ് ആൻഡ് ദാറ്റ് ഇസ് ട്രൂലി കോൾഡ് സക്സസ്. മീൻസ് അവരുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് തന്നെ അവർ ഫോളോ ചെയ്തു. അവരുടെ വിഷൻ ലൈക്ക് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞ ആ ഒരു ഇതുണ്ടാവൂലേ, അത് വല്ലാത്തൊരു നമുക്ക് വാശിയാണത്. ഇതെനിക്ക് എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അത് കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞത് ആ ഒരു മൈൻഡ് സ്ട്രെങ്തോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സാധനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇലോൺ മസ്കിന്റെ റിജക്ഷൻ എന്ന് പറഞ്ഞു, അപ്പം ഞാൻ ചോദിക്കട്ടെ, അസ്മി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്തെങ്കിലും റിജക്ഷൻസ് ഫേസ് ചെയ്തിരുന്നോ? ഫാമിലിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഉപ്പാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ അടുത്തുനിന്നോ ഉമ്മൻ്റെ അടുത്തുനിന്നോ മോളെ ഇത് ഇപ്പം ചെയ്യണ്ട, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തോ, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, പഠിത്തം ഒരു സെർട്ടൻ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ കുട്ടികളോട് പറയല്ലോ ഇപ്പോൾ നോക്കണ്ട, പഠിക്ക്, അങ്ങനെയുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? റിജക്ഷൻസ് അത്യാവശ്യം കുറെ വന്നിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ്ലി അധികം ഞാനത് പറഞ്ഞപ്പോ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഞാൻ സ്റ്റഡീസിൽ ഫസ്റ്റ് ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ സപ്പോർട്ടാണ് കിട്ടിയത്. ഭയങ്കര നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. ബട്ട് കുറെ ആൾക്കാർ അഡ്വൈസ് ചെയ്തിരുന്നു ഇത് രണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ലൈക്ക് നമുക്ക് കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്താൽ പോരെ. ഹൗ ഡിഡ് യു കൺവിൻസ് ദം? ലൈക്ക് ആ ഒരു ചോദ്യം ചോദിച്ചവരെ, അതായത് എന്താണ് ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെ നിനക്ക് പറ്റുമോ എന്നുള്ള നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ,
How did you convince them? Like I convinced them with my smile, I think. Like ഞാൻ സ്മൈലൂടെയും ആൻഡ് I convinced them with what I am. ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരത് കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും. എന്ത് ചെയ്തു, അവർ വിചാരിച്ച പോലെയല്ല, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. Let my work speak. സൈലൻസ് ആണ് ഏറ്റവും വലിയ മറുപടി എന്ന് പറയും അല്ലേ? സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ്ലി നമുക്കൊരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ അത് ചെയ്യാം. ഇനിയിപ്പോൾ അതിലൂടെ എന്തെങ്കിലും വരികയാണെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും ഒരു റിജക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ വരികയാണെങ്കിൽ, നമുക്കത് ഗുണകരമായ അഡ്വൈസ് ആണെങ്കിൽ ജസ്റ്റ് ഇൻടേക്ക് ഇറ്റ്. ബട്ട് നമുക്കത് ആവശ്യമില്ല, നെഗറ്റീവ് ആണെങ്കിൽ റിജക്ട് ചെയ്യാതെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ അടുത്ത് പറഞ്ഞില്ല മവാസോയിൽ പോയപ്പം അവിടെയും എനിക്കൊരു എൻ്റെ അതേ ഏജിലുള്ള കണ്ടു. സോ അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പം അവളെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളൊക്കെ അധികം ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആണ്, വെക്കേഷന് മുന്നിൽ ഇരിക്കണം, പൊതിയിടണം. ആ പൊതിയാണെങ്കിൽ ഫുൾ തെറ്റും, ചില സമയത്ത് അത് കീറിപ്പോവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ വെക്കേഷനിൽ നമ്മളെല്ലാവരും നേരിടുന്നുണ്ട്. സോ അവളെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കോ ഫ്രണ്ട്ലി റാപ്പിംഗ് ആണ്. നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇല്ല, കൊളാബറേഷൻ ഇല്ല. ഞാൻ അവളെ അന്ന് കണ്ടത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അവളെ ഐഡിയ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പം ഒരു ഈസി ആയിട്ട് നമുക്ക് റാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവര് സെറ്റ് ചെയ്തിട്ട് സംഭവമാണ് അവര് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ലൈക്ക് എൻ്റെ അതേ ഏജ് ഒരു കുട്ടി ഇതേപോലെ ചെയ്യുന്നുണ്ടല്ലോ. സോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, സോ ഇപ്പം ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ലൈക്ക് ഒരു ബിസിനസ് ഒന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചേക്കാൻ പറ്റില്ല. മെയിൻലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യങ് ഏജ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുമ്പോഴത്തേക്കും നമ്മൾ കമ്പനി അത്യാവശ്യം സക്സസ് ആവും. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നമ്മളിപ്പോ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു കുറച്ചും കൂടി ഒരു അധികം ഈ ഒരു യങ് ഏജ് ആകുമ്പോഴത്തേക്ക് തന്നെ അതൊരു സക്സസ് ആവും എന്നാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മനസ്സിലാക്കി. റൈറ്റ് ടൈം നമുക്ക് എപ്പോഴാണോ തോന്നുന്നത്, നമുക്ക് എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പം ഓൾഡ് ഏജ് ആണെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കര യങ്ങിലാണെങ്കിലോ ഒരു മിഡിൽ ഏജ്ഡ് ആണെങ്കിലോ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനിയെ കൊണ്ടുപോകണം. നമ്മളതിന് നല്ല എഫേർട്ട് എടുക്കണം. ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ എല്ലാ പ്ലാനിങ്ങും എല്ലാ ഡെവലപ്മെന്റും നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം. ആൻഡ് ഈ കമ്പനീൻ്റെ വിഷന് നമ്മൾ നോക്കണം. ഇനി 3 years നമ്മുടെ കമ്പനീൻ്റെ വിഷൻ എന്താണെന്നും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. സോ ഇതൊക്കെയാണ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും തുടങ്ങാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഏജിൽ ചെയ്യാനേ പറ്റുള്ളൂ, ഇന്ന ഏജിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, എപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യണം, അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. നല്ലൊരു സോളിഡ് ഐഡിയ വിഷൻ. സോ എനിക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഐ തിങ്ക് ജസ്റ്റ് ഡു ഇറ്റ്. എല്ലാത്തിലും നയിക്കുന്നതിന് പോലെ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ തീരുമാനിക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നെഗറ്റീവ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കാര്യമില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറയും. സോ ബട്ട് കണ്ടിന്യൂ ചെയ്യുക, ആ ഒരു പാത്ത് തന്നെ പോവുക. ആ ഒരു സക്സസ് സ്റ്റേജിൽ എത്തുമ്പം നമ്മൾ ഈ പറഞ്ഞ റിജക്ട് ചെയ്ത ആൾക്കാർ, നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. സോ എന്താ നമുക്ക് തോന്നിയ, നമുക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇത് ഓക്കെയാണ്, ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അഡ്വൈസ് എന്ന് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു റിയലി ഡു ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ്. സോ നമുക്ക് ഇനി അടുത്ത റാപ്പിഡ് ഫയറിലേക്ക് പോവാം. Okay, I've got few questions for you. Okay, let's see how it goes. Favorite food? എനിക്ക് ഇത് സലാഡ്സ് ഒക്കെ ഇഷ്ടമാണ്. സലാഡ്സ് ഇഷ്ടമാണ്. ആൻഡ് റോൾസ് ഇഷ്ടമാണ്. ഇങ്ങനെ ഈ ചപ്പാത്തിയിലൊക്കെ വരുന്ന ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട റോൾസ് ഇഷ്ടമാണ്. അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റിൽ വരുന്നത്. സ്റ്റുഡൻ്റ് ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് സബ്ജക്റ്റ് എനിക്ക് പൊതുവെ ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ഇഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണ്. ഓക്കെ, അതാണ് രണ്ടെൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റിൽ വരുന്നത്. ഫേവറേറ്റ് പ്ലേസ് ഓർ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്? ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ് എന്ന് പറയുമ്പോൾ
നാട്. നാട് എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. വെക്കേഷൻ ആകുമ്പോൾ നാട്ടിൽ പോവുക, നാട്ടിൽ പോയിരിക്കുക, ലൈക്ക് നാട്ടിൽ തന്നെ നിൽക്കുക. ഞാനിപ്പം ഒരു ലോങ് ലൈഫ് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കും. സോ ബുക്സ് റീഡ് ചെയ്യലുണ്ടോ? ഫേവറേറ്റ് ബുക്ക് എനിക്ക് കുറേ ഉണ്ട്. മെയിൻലി വിങ്സ് ഓഫ് ഫയർ, പിന്നെ ആൻ ഫ്രാങ്ക്. എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഓഫ് ദി യങ് ഗേൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നറിയില്ല, റിയലി എൻ്റെ പേഴ്സണലി ഇറ്റ്സ് മൈ ഫേവറേറ്റ്, ആൻ ഫ്രാങ്ക്. Now last question, favorite entrepreneur? I think it's Elon Musk. നമ്മൾ Oh. ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. Okay, nice. So yeah, Azmi, thank you. It's been a pleasure talking to you. Thank you. And thank you, Beat Education, for this opportunity. Okay, see you in the next episode. Signing off. Bye.